എന്താ അബു പോകുമ്പോ എന്നെ വിളിച്ചായിരുന്നു? ഞാൻ എന്റെ പെരന്റെ മുമ്പ് ചെന്നിട്ട് കുറേ നേരം നിന്നു. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞു ഓന് സ്കൂൾക്ക് പോയിക്കണോന്ന്. എനിക്കറിയാം ഇന്ന് നേരം വൈകിട്ടാ വരികയാണ്, അതാ ഞാൻ എന്നെ കാത്തിക്കായിരുന്നു. ഒപ്പം അങ്ങനെയൊക്കെ ആയില്ലേ? അതുകൊണ്ട് നല്ല പാറ വരുമ്പോ ഇച്ചിരി സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞേക്കണോ. എന്താ അബു എനിക്കും തരുമോ? അതിന് തിന്നല്ലോന്നല്ലേ. പിന്നെ എന്താ നമുക്ക് കൊടുന്നേരാന്ന് പറഞ്ഞേക്കണേ? അതൊന്നും അറിയാൻ കേട്ടപ്പോ ഞാനിപ്പോ ഞങ്ങളറിയാതെ എന്താ നമുക്ക് കൊടുന്നേരാന്ന് പറഞ്ഞോളൂ. അത് നിങ്ങൾ കൊണ്ടുവരുമ്പോ കണ്ടാമേട്ടാ. ഇത് വെറുതെ അവനോട് ചോദിച്ചാൽ പറഞ്ഞു തരില്ല. നമുക്ക് എന്തെങ്കിലും സ്വകാര്യം ഉണ്ടെങ്കിൽ ഓനക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. ശരി തന്നെ, ഞങ്ങളും പറഞ്ഞു തരൂല. ഗുഡ് മോർണിംഗ് ഗൈസ്. ആഹാ പാറു വന്നോ? ഈ എന്തായാലും എന്നെ കാത്തിക്കായിരുന്നു. പിന്നല്ല എന്നെ കാത്തിക്കണേനു. എന്തിനാ? ഒന്നുമില്ലടി, ഞാൻ വെറുതെ അറിയാം. പാറു ഞാൻ പറഞ്ഞ സാധനം കൊടുക്കണോ? നീ എന്താ പറഞ്ഞേന്ന്? ഞാൻ തുളക്കാപ്പ് കൊടുത്തിട്ടില്ലേ? നീ എന്താ പറഞ്ഞേന്ന് പറ. കൊടുക്കണോ? ഞാനത് പേടിച്ചു പോയി, കൊടുത്തിട്ടുണ്ടാവില്ല വിചാരിച്ചു. പിന്നെ ഞാൻ മറക്കത് മറക്കായിരുന്നാ മതി. എന്നാ വേഗം എടുക്ക്. ഇപ്പല്ലോ ഇൻട്രോലിന് അതെന്താ എടുത്താ? ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് എടുക്കാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവരും എത്തിയോ? എന്നാ അറ്റൻഡൻസ് പറഞ്ഞാണി. 1 2 3 4 5. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലിട്ടൊക്കെ എല്ലാരും പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിച്ചു തരാൻ പറഞ്ഞില്ലല്ലോ. അത് കൊള്ളാലോ ശിവ, ഞാൻ പഠിച്ചാൻ പറഞ്ഞാലുള്ള ഈ പഠിച്ചൂലേ? അതല്ല മിസ് പഠിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ എന്നാ അബു പറയ്, സ്മാളിന്റെ സ്പെല്ലിംഗ് എന്താ? അത് പിന്നെ മിസ് പറയടാ, നിനക്ക് അറിയാൻ നോക്കട്ടെ. സ്മാൾ. ഓക്കെ ശരി തന്നെ. എന്നാ പാറു പറയ്, റോസിന്റെ സ്പെല്ലിംഗ് എന്താ? ROSE, റോസ്. ഓക്കെ. എന്നാ ശിവ യെല്ലോന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. അത് പിന്നെ മിസ് വൈ കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞേ. വൈ കഴിഞ്ഞിട്ട് ഇ ആണ്. ELLOW, യെല്ലോ. ഓക്കെ. എന്നാ ശിവ റെഡിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. RED, റെഡ്. ചേടാ എന്നോട് ചോദിച്ചപ്പോഴേ സിമ്പിൾ അല്ലേ. പർപ്പിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ വിഷ്ണു. എന്നോട് പിന്നെ എപ്പോഴും ടഫില്ലോളൂ ചോദിക്കാൻ മിസ്. അത് ടഫില്ല. എന്നാ പോട്ടെ. എന്നാ ബ്ലാക്കിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. പറ. അറിയില്ല മിസ്. എന്നിട്ടാണ് പർപ്പിൾ ടഫാണ് വേറെ മതിയെന്ന് പറഞ്ഞേ. കാര്യമായിട്ടൊന്നും അറിയില്ലല്ലേ? അപ്പൊ വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്തിട്ടില്ല മിസ്. പിന്നെന്താ വീട്ടിൽ ചെന്നിട്ട് വെറുതെ ഇരിക്കുന്നോ? സ്കൂൾ വിട്ടിട്ട് കളിക്കാൻ പോയി, പിന്നെ വന്നിട്ട് രാത്രി ചോറ് കഴിച്ച് പിന്നെയും കിടന്ന്, പിന്നെ രാവിലെ നീച്ചിട്ട് സ്കൂൾക്ക് പോന്ന്. അതേതായാലും നല്ലതാ. എന്തുണ്ടെങ്കിലും പിന്നെ കൃത്യമായിട്ട് പറയുന്നോണോ അറിയില്ല. എന്നാ ഞാൻ പോയിട്ട് ചായക്ക് എന്തെങ്കിലും കടി വെക്കണോ പോയോ കേട്ടോ. ഓക്കെ മിസ്. പാറു താഴടി. നീ ഒന്ന് ഒതുങ്ങിയിരിക്ക. എന്റെ ചായക്കടി നോക്കട്ടെ. ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടാവും. അതിനാ ടീച്ചർ മണ്ടണ്. അപ്പൊ അതാ കടി റെഡി. അപ്പൊ പിന്നെ അങ്കലാടിത്തെ കുട്ടികൾ പറഞ്ഞ വൈറലായില്ലേ, അതുകൊണ്ട് പിന്നെ എല്ലാരും ഇപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് തരാൻ തീരുമാനിച്ചിക്കണു. ആ കുട്ടി പറഞ്ഞോണ്ട് കഴിച്ചിലായി. അതിന് ഇനി മുതലേലും നല്ല ഭക്ഷണം തിന്നാലോ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ പൈസയും മുട്ടുമല്ലോ. ഇന്ന് എല്ലാരും എടുത്തിട്ട് വേഗം കഴിക്കും, ക്ലാസ് തുടങ്ങണം. അപ്പൊ ഓക്കെ, ടീച്ചർ പോയിട്ട് ചായ അടിച്ചിട്ട് വരാട്ടോ. ഇങ്ങനെ ദിവസം കിട്ടാൻ എന്തൊരു ഭാഗ്യമായിരുന്നല്ലേ. ഞാൻ സാധനം എടുക്കുവോ? വല്ലാത്തൊരു ഇടങ്ങേറ്. എന്നോട് എന്തെങ്കിലും കൊണ്ടുവരാൻ മനസ്സിൽ ദൂരം വരും. പറഞ്ഞാലും എടുക്കും. ചുറ്റിലേക്ക് ബാഗ് പൂട്ടിയേക്കാണെങ്കിൽ പിന്നെ എന്തിനാ കൊണ്ടുവരണേ? അനക്ക് വേണ്ടിയിട്ട് എടുക്കണ്ട. ഇതൊന്നും എടുക്കേ. എന്ത് ക്യൂട്ടാ നോക്ക്. ഇത് ഡ്രസ് ഒക്കെ ഇട്ടിക്കണല്ലോ. എന്റെ അടുത്ത് ഇതിന്റെ 2 എണ്ണം വേറെയുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് അത് കൊടുന്ന്. മറ്റേത് കാണാൻ ഡ്രസ് ഇട്ടിട്ടില്ല, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. മറ്റേനെക്കാട്ടിന്റെ ഡ്രസ് തന്നെ തരാം. ഇത് അടിപൊളിയാണല്ലോ. ഇനി ഞാനൊന്ന് നോക്കട്ടെ. എന്തൊരു ക്യൂട്ടാ. എടാ ഇതിലെ പൂപ്പല്ലേ? ഇത് മറ്റേ വൈറലായിരുന്ന സാധനല്ലേ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കണ്ടായിരുന്നല്ലോ. നല്ല റേറ്റ് ആണ്. അതെനിക്കും അറിയാം. എന്റെ ഒറിജിനലിനൊക്കെ നല്ല റേറ്റ് ഉണ്ടല്ലോ. ഇത് ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് ഒറിജിനലാണ്. എന്റെ അച്ഛൻ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാ. എടാ ഇത് വീട്ടിലൊക്കെ കണ്ടിട്ട് സീനാണ്. എന്താടാ? ഇത് വീട്ടിൽ വെച്ചാൽ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ തന്നെ പറ്റിച്ചാൻ ആരെങ്കിലും പറഞ്ഞേക്കാരം. അല്ലടാ, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കൂടെ ഒക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മളെ ഉപയോഗിച്ചായിരിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തർ പറയണം. ഈ വാണി വിശ്വസിച്ചാൽ മതി, അല്ലെ വിശ്വസിച്ചണ്ട. ഞാൻ പറഞ്ഞോന്നുള്ളൂ. ഒന്ന് പേക്കാനായിട്ട് എത്ര ദിവസം എന്റെ വീട്ടിലല്ലേനു. പക്ഷെ എന്താ അറിയില്ല കേട്ടോ, അച്ഛൻ ഇത്രയും കാലമായിട്ട് വന്നിട്ട് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം വന്നേക്ക് അമ്മയും അച്ഛനും തമ്മിൽ കുറേ വഴക്കായിരുന്നു. കേട്ടോ കോള് പറയുന്നിട്ടില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് പേക്കാതെ തൊട്ട് അച്ഛന് വഴക്ക് പറയാൻ തോന്നി. അപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞു. അല്ല അതിന്റെ കാരണത്താല ഇത് അനുഭവിക്കുമ്പോ പഠിച്ചോളും. നമുക്ക് നോക്കാം. നോക്കാം. ഞാനൊന്ന് പിടിക്കട്ടെ. പിടിച്ചോ. ഇതിനെന്താ? എടി ശിവ, ഈ വെറുതെ പിടിച്ചാൽ നിൽക്കണ്ടോ. ഒന്ന് പോടായി നോക്കി. എന്ത് ക്യൂട്ടാണ്. ഇങ്ങനെ എടുക്കാതിരിക്കാം. ഇതുമ്മ തൊടുമ്പോ എന്ത് സോഫ്റ്റ് ആണെന്നറിയാം. ഇനി ഞാൻ പിടിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. അയ്യോ ടീച്ചർ. അല്ല എന്താ പാറു നിന്റെ കയ്യില്? പാറു നിന്നോടാ ചോദിച്ചേ. അയ്യോ മിസ്സാ. ഞാനിനി അപ്പൊ ഇത്രയും നേരം ഞാൻ വർത്താനം പറഞ്ഞൊന്നും നീ കേട്ടില്ല? ഇല്ല മിസ്, ഞാൻ എന്തോ കാര്യം ഇങ്ങനെ ആലോചിച്ചു നിന്നുപോയി. എന്താ നിന്റെ കയ്യിലേന്ന്? ഇതൊരു പാവയാണ് മിസ്. അതിനെന്തിനാ ക്ലാസ്സിലേക്ക് കൊടുന്നേ? അത് പിന്നെ വെറുതെ കൊടുന്നതാ. എന്തിനാ ഈ സ്കൂളിലേക്ക് വരുമ്പോ പാവകളൊക്കെ കളിക്കാൻ കൊണ്ടുവരണേ? സ്കൂളിലേക്ക് പഠിക്കാനല്ലേ വരുന്നേ? യെസ് മിസ്,
ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അലൗഡ് അല്ലാന്ന് അറിയില്ല നിങ്ങൾക്ക്? അറിയാം മിസ്. പിന്നെ എന്തിനാ കൊണ്ടുവന്നേ? അത് പിന്നെ അബു കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അയ്യോ അതെന്താ നമുക്ക് കിട്ടാം. അബു നീ എന്തിനാടാ അവളോട് കൊണ്ടുവരാൻ പറഞ്ഞേ? ഏയ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ലട്ടോ മിസ്, ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിക്കണോ? അബു നീ നുണ പറയുന്നുണ്ടോ? നീ എന്നോട് ഇന്നലെ വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞില്ല അബു? ഓ അത് ഞാൻ വെറുതെ പറഞ്ഞ. അയ്യേ കാര്യത്തിലെടുത്തോ? ആഹാ അപ്പൊ അങ്ങനെയായോ? എന്താ നിങ്ങളൊക്കെ കാട്ടുക? ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നോ രണ്ടോ കുട്ടികൾ കൊണ്ടു കണ്ടാ പിന്നെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും കൊണ്ടുവരൂലേ? അതല്ല സ്കൂളിൽ ഇതൊന്നും പറ്റൂലെന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊന്ന് ഓഫീസിൽ പോയപ്പോ ഇവിടെ എന്തൊക്കെയാ നടന്ന്? ബാഗ് എടുത്തേക്കേ. ഓക്കേ മിസ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പുറത്ത് കണ്ടേനെ ഞാൻ ഓഫീസിൽ കൊണ്ടേക്കും, പിന്നെ നിങ്ങൾക്ക് കിട്ടൂല. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങളുടെ ക്ലാസ് കൊണ്ടിരിക്കട്ടെ. ഓക്കേ മിസ്. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം, അപ്പത്തിന് ഇതൊക്കെ എടുത്തേക്കിട്ടോ. ഓക്കേ മിസ്. എടാ അബു ഈ എന്നല്ലേ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്തിനാ ഈ വാക്ക് മാറണേ? അത് വന്ന പിന്നെ മിസ് അങ്ങനെ ചോദിച്ചാൽ ഞാൻ പിന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞിക്കൂന്ന് പറയാം. നീ ഞാനൊന്നും കൊണ്ടുവരില്ല. അപ്പൊ എടുത്തേച്ചില്ലേ? യെസ് മിസ്. ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടിരുത്തോട്ടോ. ശരി മിസ്. ശരി മിസ്. ഇതിലാരാ നല്ല പാട്ട് പാടുക? അബു അബു. ഞാനോ? ഒന്ന് പോടാ. ഇല്ലട്ടോ മിസ്, അബു പാടും. അബു പാടിക്കേ. ഇല്ലട്ടോ മിസ്, എനിക്ക് പാടാനൊന്നും അറിയില്ല. നീ ഒന്ന് പാടി വെക്ക്. നിന്നെ കണ്ട നാളെ തൊട്ട് എന്റെ കൽവിനുള്ളിലെന്നും ഒരു പൂങ്കിനാവുദിച്ചു, അത് സ്നേഹമായില്ലേ. ലൈല ലൈല എന്റെ ലൈല ലൈല, പൊന്നു ലൈല ലൈല നീ എന്റേതല്ലേ. കൈസേ കൈസേ എന്റെ കൈസേ കൈസേ, എന്നും കൈസേ കൈസേ ഞാൻ നിന്റേതല്ലേ. കൊഞ്ചല കൊഞ്ചല പെണ്ണെ നീ തുള്ളിക്കളിക്കല പെണ്ണെ, നിന്റെ മംഗലം വന്നല്ലോ പെണ്ണെ ലൈല ലൈല. വേറെ ആരാ പാട്ട് പാടുക? നാരി പുതു നാരി നാടൻ കൊണ്ട് കുണിങ്ങിന, നാരി പുതു നാരി നാടൻ കൊണ്ട് കുണിങ്ങിന. എനിക്ക് തന്നെയുള്ള അറിയാം മിസ്സേ. കൊള്ളാം കൊള്ളാം. ഞാനൊരു പാട്ട് കൂടിയും പാടാം മിസ്സേ. എന്നാ പാട്. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറായി ഞാൻ വന്നിടാ നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി നീ വന്നിടുമോ, എന്റെ സ്നേഹത്തിൻ പൂങ്കാവിലായി മധുവൂറും പൂവാകുമോ, എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, ആറ്റിലത്തെ അമ്പിളി മീനിനെ ചൂണ്ടയെറിഞ്ഞ് മുക്കുവനാണ്, തടലാതെ തട്ടിലെ മുത്തിനെ ഹാസലാക്ക മുത്തവനാണ്. സെറ്റലൻസാ? പിന്നെ അല്ല സെറ്റ്.